സമ്പത്തിന്റെ വിഷയത്തിൽ മനുഷ്യർ 4 വിഭാഗമാണ്. ആദ്യത്തെ 2 വിഭാഗം അള്ളാഹു ഇഷ്ടപ്പെടുന്നവരാണ്, ഇനി കുറയ്ക്കരുത്. അവസാനത്തെ 2 വിഭാഗം അള്ളാഹ് വെറുക്കുന്നവരാണ്. മൊത്തം 4 വിഭാഗമാണ്. ആദ്യത്തെ 2 വിഭാഗം അള്ളാഹു ഇഷ്ടപ്പെടുന്ന വിഭാഗമാണ്. അവസാനത്തെ 2 വിഭാഗം അള്ളാഹ് വെറുക്കുന്ന വിഭാഗമാണ്. ഇത് പറയുമ്പോ തന്നെ നിങ്ങൾ പറയും, ഉസ്താദേ നമുക്ക് ആദ്യത്തെ 2 വിഭാഗത്തിൽ പെടണം. അള്ളാഹു സമ്പത്ത് കൊണ്ട് 4 വിഭാഗമായി മനുഷ്യരെ മാറ്റിവെച്ചിരിക്കുന്നു എങ്കിൽ ആദ്യത്തെ 2 വിഭാഗം അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമാണ്. രണ്ടാമത്തെ 2 വിഭാഗം വളരെ പരാജയത്തിലുമാണെങ്കിൽ ആദ്യത്തെ 2 വിഭാഗത്തിൽ ഞങ്ങൾക്ക് ഉൾപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു, ഒന്നാമത്തെ വിഭാഗം സമ്പത്തും അറിവും അള്ളാഹു പടച്ച തമ്പുരാൻ ഒരുപോലെ കൊടുത്ത് അനുഗ്രഹിച്ചവരാണ്. സമ്പത്തും അറിവും ഒരുപോലെ കൊടുത്തു, ധാരാളം കാശും അള്ളാഹു കൊടുത്തു, അതെങ്ങനെ ചിലവഴിക്കണമെന്ന ദീനി ബോധവും അള്ളാഹു കൊടുത്തു. ഇതാണ് ഒന്നാമത്തെ വിഭാഗം. ആ വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇല്ലാന്നേ പറയുള്ളൂ. കാരണം പെണ്ണുങ്ങളെ കെട്ടിക്കാൻ പൈസ നിങ്ങൾ കൊടുക്കേണ്ടി വരും. കാശ് കൊണ്ട് അതെങ്ങനെ ചിലവഴിക്കണമെന്ന ബോധവുമുണ്ട് എങ്കിൽ ഉറപ്പായും നമ്മൾ ഇതിനൊക്കെ കാശ് കൊടുക്കേണ്ടി വരുമല്ലോ. അതുകൊണ്ട് ഒന്നാമത്തെ വിഭാഗത്തിൽ ഉസ്താദെ നമ്മളില്ല. അറിവും സമ്പത്തും ഒരുപോലെ അള്ളാഹ് തന്നവരാ. പണവും അള്ളാഹു തന്നിട്ടുണ്ട്, അറിവും അള്ളാഹു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് അള്ളാഹുവിനെ വഴിപ്പെടേണ്ടതെന്ന്, എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്ന് അള്ളാഹു തന്റെ ശരീരത്തിന് സമ്മാനിച്ചിരിക്കുന്ന ഭൗതിക ലോകത്തെ ആയുസ്സിനെ അലങ്കരിക്കാൻ അള്ളാഹു പടച്ച തമ്പുരാൻ കൊടുത്തിരിക്കുന്ന സാമ്പത്തികമുണ്ടല്ലോ, ആ സാമ്പത്തികം എങ്ങനെ ചിലവഴിക്കണമെന്നുള്ള അറിവും ബോധവുമുള്ളവനാണ് ഒന്നാമത്തെ വിഭാഗം. ആ ഒന്നാമത്തെ വിഭാഗത്തിന് അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ട ആളാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഒന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ട ആളാണ് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു പടച്ച തമ്പുരാൻ പണം കൊടുത്തു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്. അല്ലാഹു പടച്ച തമ്പുരാൻ അതുപോലെ അറിവും കൊടുത്ത് അനുഗ്രഹിച്ചു ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്. അതുകൊണ്ടാണല്ലോ ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് മദീനയുടെ തിണ്ണയിലിരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ മുമ്പ് വന്നുകൊണ്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്തിനാണ് അല്ലാഹുവിന്റെ റസൂലേ അങ്ങ് പൊട്ടിക്കരയുന്നത്? അല്ലാഹുവിന്റെ ഹബീബെ അവിടെ എന്തിനാ കരയുന്നത്? ആരംഭപ്പൂവായ മദീനയുടെ രാജകുമാരന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുമ്പോ അല്ലാഹുവിന്റെ റസൂല് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, ഉസ്മാൻ, ഞാൻ പള്ളിയിലേക്ക് പോകുന്ന വഴിയിൽ 2 പാവപ്പെട്ട യതീമക്കളെ കണ്ട ഉസ്മാൻ. ആ മക്കളെ സഹായിക്കാൻ ആരുമില്ല ഉസ്മാൻ, അവരെ സംരക്ഷിക്കാൻ ആരുമില്ല ഉസ്മാൻ, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ ആരുമില്ല ഉസ്മാൻ. പാപ്പയില്ലാത്ത മക്കളാണവര്. ആ 2 പ്രിയപ്പെട്ട മക്കള് വീടിന്റെ അകത്തിരിക്കുമ്പോൾ ആ വീടിന്റെ അപ്പുറത്ത് താമസിക്കുന്നത് മുനാഫിഖാന മനുഷ്യനാണ്. ആ മുനാഫിഖാന മനുഷ്യന്റെ വീട്ടില് മനോഹരമായ ഈന്തപ്പഴം ഇങ്ങനെ പഴുത്തു നിൽക്കുന്നുണ്ട് ഉസ്മാൻ. ആ പഴുത്തു നിൽക്കുന്ന ഈന്തപ്പഴത്തിന്റെ പഴങ്ങൾ ഇങ്ങനെ ആ വീട്ടുകാർ അടർത്തിയെടുക്കുമ്പോ ദിവസങ്ങളായി പട്ടിണി കിടക്കുന്ന മദീനത്തെ എന്റെ പാവപ്പെട്ട അനാഥ മക്കള് ആ വീടിന്റെ നടയിൽ ഇറങ്ങി കൊണ്ടുവന്ന് പൊട്ടിക്കരയുമായിരുന്നു ഉസ്മാൻ. അതുകൊണ്ട് ആ മക്കൾക്ക് ആ ഈന്തപ്പനത്തോട്ടം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മുനാഫിഖാന മനുഷ്യന്റെ മുമ്പിലേക്ക് കടന്നു ചെന്നിട്ട് ആ മനുഷ്യനോട് ഞാൻ ഈന്തപ്പനത്തോട്ടത്തിന് വിലപേശി ഉസ്മാൻ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഉസ്മാനെ, ആ മുനാഫിഖാന മനുഷ്യനോട് ഈന്തപ്പനത്തോട്ടം പാവപ്പെട്ട അനാഥ മക്കൾക്ക് കൊടുക്കാൻ എനിക്ക് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, എത്ര രൂപയാണെങ്കിൽ തരുമെന്ന് ഞാൻ ചോദിച്ചപ്പോ മുനാഫിഖാന മനുഷ്യനറിയാം എത്ര രൂപ പറഞ്ഞാലും അല്ലാഹുവിന്റെ റസൂൽ അത് വാങ്ങുമെന്ന്. മനസ്സിലായ മുനാഫിഖാന മനുഷ്യൻ പറഞ്ഞത്,
100 ഈത്തപ്പന തോട്ടത്തിന്റെ വിലയാണ്. ആ മദീനയിൽ ഈന്തപ്പനത്തിന് എത്ര വില വരുമോ അതിന്റെ 100 ഇരട്ടി വില ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞുകൊണ്ട് തിരിച്ചു വരികയാ. എന്തിനാ കരഞ്ഞരെന്നറിയോ? അല്ലാഹുവേ, മദീനയുടെ പരിസരത്ത് കണ്ട പാവപ്പെട്ട അനാഥ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ, ആ പാവപ്പെട്ട അനാഥ മക്കൾക്ക് ഒരു ഈന്തപ്പഴം വാങ്ങിക്കൊടുക്കാനുള്ള കഴിവില്ലാതെ പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞപ്പോ റസൂലുള്ളാഹിയുടെ കൈപിടിച്ച് മുത്തം കൊടുത്തുകൊണ്ട് മദീനയുടെ രാജകുമാരന്റെ കൂടെ കിടന്നുറങ്ങാനുള്ള ഭാഗ്യം ലഭിച്ച ഇസ്ലാമിന്റെ 3ാമത്തെ ചക്രവർത്തിയാണ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. കരഞ്ഞുകൊണ്ട് പറയുന്ന നബിയേ, 100 ഈന്തപ്പന തോട്ടത്തിന്റെ എല്ലാ 1000 ഈന്തപ്പന തോട്ടത്തിന്റെ വില ചോദിച്ചാലും ആ ഈന്തപ്പനത്തോട്ടം ഇന്ന് തന്നെ ഞാൻ വാങ്ങിയിട്ട് അനാഥ മക്കൾക്ക് കൊടുത്തുകൊള്ളാം. അല്ലാഹുവിന്റെ റസൂലേ, 100 യതീം മക്കൾക്ക് 100 ഈന്തപ്പനത്തോട്ടത്തിന്റെ വിലയല്ല, 1000 ഈന്തപ്പനത്തോട്ടത്തിന്റെ വിലയാണ് അയാൾ ചോദിക്കുന്നതെങ്കിലും ഈ ഉസ്മാൻ കൊടുത്തിട്ട് ആ ഈന്തപ്പനത്തോട്ടം വാങ്ങി പാവപ്പെട്ട അനാഥ മക്കൾക്ക് കൊടുക്കാം നബി എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഉസ്മാനെ, അതിന് നിന്റെ കയ്യിൽ കാശ് എവിടുന്ന? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കണ്ണീരോടുകൂടി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് അല്ലാഹു പടച്ചതമ്പുരാൻ പണവും തന്നിട്ടുണ്ട്, അങ്ങയുടെ കൂടെ നടന്ന് അറിവും ബോധവും എനിക്ക് തന്നിട്ടുണ്ട്, പണത്തിന് എനിക്ക് കുറവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞെങ്കിൽ 1ാമത്തെ ഉപമ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഇവരൊക്കെ അല്ലാഹു നേരത്തെ ഇഷ്ടപ്പെട്ടവരാ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേര് അർശിന് താഴെ എഴുതപ്പെട്ടിരിക്കുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേര് സ്വർഗ്ഗത്തിൽ ഞാൻ കണ്ടുപോയെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ. എന്തുകൊണ്ടാണ്? അല്ലാഹു കൊടുത്ത പണം എന്തിനു വേണ്ടി ചെലവഴിക്കണമെന്ന അറിവോടുകൂടി ചെലവഴിച്ചതുകൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു പവർ കൊടുത്തതാ, പരലോകത്തുന്നതമായ വിജയം കൊടുത്തതാ. 2ാമത്തെ വിഭാഗമാരാ? പണം അല്ലാഹു കൊടുത്തിട്ടില്ല, അറിവ് മാത്രമേ അല്ലാഹു കൊടുത്തിട്ടുള്ളൂ, പണമില്ല. 2ാമത്തെ വിഭാഗത്തിൽ ഉൾപ്പെടാനാണ് എല്ലാവർക്കും ഉത്സാഹം. ഉസ്താദേ, എൻ്റെ കയ്യിൽ കാശ് ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, അടുത്ത വർഷം ഹദ്ദാദ് നഗറിൽ 10 യതീം മക്കളെ, 10 പാവപ്പെട്ട മക്കളെ നിക്കാഹ് കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ പിരിവിനിറങ്ങേണ്ടി വരില്ല. 10നും കാശ് ഈ ഹദ്ദാദ് നഗറിലുള്ള ഞാൻ തന്നെ കൊടുക്കുമായിരുന്നു എന്ന് പറയും. പക്ഷേ കാശ് കൊടുക്കുമ്പോൾ ഓന്റെ സ്വഭാവം മാറുന്നത് ഓന്തിന്റെ നിറം മാതനമായിരിക്കുക. അല്ലാഹ് കാക്കട്ടെ. കാശ് വരാത്തത് കൊണ്ട് നമ്മൾ പറയണതാ. ഇപ്പൊ ഈ റോഡിലൂടെ നടന്നു പോയാൽ 1000ന്റെ നോട്ട് വഴിയിൽ കിടന്നാൽ മുകേഷ് അംബാനിയാണ് കാണുന്നതെങ്കിലും എടുത്ത് പോക്കറ്റിൽ വെച്ചുകൊണ്ട് പോകും, കളഞ്ഞിട്ട് പോവില്ല. പൈസ അതാണ്, പൈസയുടെ വിഷയം അതാണ്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും പെട്ടുപോയിരിക്കുന്നത് ആ വിഷയത്തിലല്ലേ? മനുഷ്യന്റെ പോക്കറ്റിൽ തൊട്ട് കളിച്ചാൽ അവന്റെ സ്വഭാവം അറിയാമെന്ന് ലോകത്തോട് പഠിപ്പിച്ച പ്രവാചകന്റെ അണികളായ ഞാനും നിങ്ങളും ചിന്തിച്ചു നോക്കുക. ഈ കസേരകൾ ഇരിക്കുന്നവരിൽ ഏറ്റവും കൂടുതലും ആരാ? പാവപ്പെട്ടവരാണ്, സാധുക്കളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കേ, എന്റെ പ്രസംഗ ഡേറ്റ് എഴുതുന്ന ഡയറിയിൽ കാസർഗോഡ് ജില്ലയിൽ 9 പേരുടെ നമ്പര് ഞാൻ പ്രത്യേകിച്ച് എഴുതിയിട്ടിട്ടുണ്ട്. ആ 9 പേരും കൂലിവേലക്കാരും പാവപ്പെട്ടവരും കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരുമാണ്. നിങ്ങൾക്കൊക്കെ ഒരു ധാരണയുണ്ടല്ലോ, ഉസ്താദ് ബാക്കവി കാശുകാരൻ പ്രസംഗത്തിന് വിളിക്കുമ്പോഴേ വരുള്ളൂ, ഫ്ലൈറ്റ് ഇറക്കി കൊടുത്താലേ വരുള്ളൂ, 1.5 ലക്ഷം ഓഫർ ചെയ്താലേ വരുള്ളൂ. അതൊക്കെ എന്നെ കുറിച്ച് പറയുന്നവന് നാവ് പുഴുത്തു പോകും. അള്ളാഹു കാത്തിരിക്കട്ടെ. കാരണം എന്തെന്നറിയോ? ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചവനാ എന്റെ പ്രിയപ്പെട്ടവരെ. 15ാമത്തെ വയസ്സിൽ പ്രഭാഷണത്തിന് വേണ്ടി സ്റ്റേജിൽ കയറി നിൽക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉപ്പ പട്ടിണി കിടക്കുന്ന എനിക്ക് വേണ്ടി കഴിക്കാൻ നമ്മുടെ നാട്ടിലുള്ള ചക്കയുടെ ചൊള ചൂടാക്കി പാചകം ചെയ്തിട്ട് പ്രസംഗത്തിന് ശേഷം വീട്ടിൽ പോയി കഴിച്ചവനാ ഞാൻ. പക്ഷേ വന്ന വഴി മറക്കാൻ ഒരിക്കലും എന്റെ പ്രിയപ്പെട്ട ഇന്നും
എൻ്റെ ഉപ്പയും എൻ്റെ ഉമ്മയും കിടക്കുന്നത് ചെറ്റക്കൂടില്ല. ഞാൻ വീട് വെച്ചിട്ട് വിളിച്ചിട്ട് പോലും അവർ വരൂല, അതിൽ കിടക്കൂല. അവർക്ക് അതിൽ തന്നെ കിടന്ന് മരിക്കണം. അത് കാണുമ്പോൾ ഒരിക്കലും നമുക്കൊന്നും വന്ന വഴി മറക്കാൻ തോന്നൂല എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പണക്കാരെ സ്നേഹിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പണക്കാരെ സ്നേഹിച്ചോ, പള്ളി വെക്കാനും തീങ്കാന കെട്ടാനും പാവപ്പെട്ടവരെ കെട്ടിച്ചു വിടാനും ആവശ്യത്തിലധികം പണക്കാരെ സ്വാധീനിച്ചോ, ഇഷ്ടപ്പെട്ടോ. പക്ഷെ അള്ളാഹുവിന്റെ ദീനിനെ പണക്കാരുടെ മുഖം നോക്കി കച്ചവടം ചെയ്യുന്നവൻ ദുനിയാവിൽ വെച്ച് തന്നെ നരകയാതന അനുഭവിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് രണ്ടാമത്തെ വിഭാഗം അറിവ് മാത്രമുള്ളവരാണ്, പണമില്ല, അവർക്ക് സമ്പത്തില്ല, അറിവ് മാത്രമുള്ളവരാണ്. അവരാരാണെന്ന് ചോദിച്ചാൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന നിങ്ങളെല്ലാവരും പറയും, ഉസ്താദേ അവര് നമ്മളാണ്, നമുക്ക് അറിവ് മാത്രമാണുള്ളത്, പണമില്ല എന്ന് പറയുന്ന സഹോദര, ഈ രണ്ടാമത്തെ വിഭാഗത്തിനൊരു ഗുണം കൂടി അല്ലാഹു പറയുന്നുണ്ട്. രണ്ടാമത്തെ വിഭാഗത്തിന് ഒരു ഗുണം കൂടി അല്ലാഹു പറയുന്നുണ്ട്. എന്താണെന്നറിയോ ആ ഗുണം? അറിവ് മാത്രമേ ഉള്ളൂ, സമ്പത്തില്ല. എങ്കിലും അവന്റെ ധാരണ എന്തെന്നറിയോ? എനിക്ക് സമ്പത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിനുള്ള തുക ഞാൻ കൊടുക്കുമായിരുന്നു, ഒരു പവൻ ഞാൻ വാങ്ങിക്കൊടുക്കുമായിരുന്നു, ഒരു ഓട്ടോ ഞാൻ കൊടുക്കുമായിരുന്നു. ഈ സരസിലിരുന്നു കൊണ്ട് അള്ളാഹുവിന്റെ ദീൻ ഉൾക്കൊള്ളുന്ന പാവപ്പെട്ട അദാദ് നഗരത്ത് അടിച്ചുകൂടിയ ആയിരക്കണക്കാന സഹോദരിമാർ, പാവപ്പെട്ട പെൺമക്കളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് കയ്യിലും കാതിലും കഴുത്തിലും കാലിലും കിടക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ ഊരിയെറിയുമ്പോ അടുത്തിരുന്നു കൊണ്ട് കുപ്പിവള ധരിച്ചിരിക്കുന്ന ുള്ള പാവപ്പെട്ട കാസർഗോഡ് ജില്ലയിലെ അദാദ് നഗറിലെ പെങ്ങളിരുന്നു കൊണ്ട് ചിന്തിക്കുകയാ, അല്ലാഹുവേ എന്റെ വിരലിൽ ഒരു മോതിരമുണ്ടായിരുന്നെങ്കിൽ, എന്റെ കാതിലൊരു കമ്മലുണ്ടായിരുന്നെങ്കിൽ അത് ഞാൻ കൊടുക്കുമായിരുന്നു എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കുന്ന പെണ്ണേ. ഒന്നാമത്തെ വിഭാഗത്തിന് അല്ലാഹുവിന്റെ പൊരുത്തമുള്ളതുപോലെ രണ്ടാമത്തെ വിഭാഗമായ നിനക്കും അല്ലാഹുവിന്റെ പൊരുത്തമുണ്ട്. ഒന്നാമത്തെ വിഭാഗം അറിവുള്ളതുപോലെ പണം ചിലവഴിക്കുന്നു, രണ്ടാമത്തെ വിഭാഗത്തിന് പണമില്ല, അറിവ് മാത്രമേ ഉള്ളൂ. എങ്കിലും മനസ്സിലെ ചിന്ത എന്താ? ഉണ്ടായിരുന്നെങ്കിൽ, കാശുണ്ടായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് ചിന്തിക്കുമ്പോ രണ്ടുപേരും ഒരേ മർത്തബയില്ല. ഈ രണ്ടാമത്തെ വിഭാഗത്തിന്റെ ഉദാഹരണമാരാ? ഇസ്ലാമിക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഈറ്റപ്പുലി എന്ന് ലോകം തലകുലിക്ക് സമ്മതിച്ച കൂഫയുടെ മണ്ണിൽ കിടക്കുന്ന രാജകുമാരന്റെ ഏറ്റവും വലിയ ഉറ്റതോടനാര അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവാണ്. പണ്ടവൻ തന്നോട് ദീനിനുൾക്കൊണ്ട് നിന്തുള്ളോരാദരധീരരെ മക്കാമണൽ തട്ടിന്തിക്കൊക്കെ ഞെട്ടിച്ച അക്കറിഞ്ഞലി ഹൈദർ ശൂരരെ. ബഹുമാനപ്പെട്ട അലി ഹൈദർ കറാർ അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെയും പേര് പറയുമ്പോ പുളകം കൊള്ളുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, തിരുനബിയുടെ വസിയത്തും വഫാത്തും എന്ന കാസറ്റ് കഴിഞ്ഞാൽ ഏറ്റവും അധികം ഈ വിനീതന്റെ പ്രഭാഷണത്തിൽ വിറ്റഴിച്ചു കൊണ്ടിരിക്കുന്നത് കാസർഗോഡ് ജില്ലയുടെ പവലിൽ ഞാൻ പ്രഭാഷണം നടത്തിയ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഭാഗമാണ്. സുബ്ഹാനല്ലാഹ്, ആ ഫാത്തിമയുടെ മണിമാരനാണ് അലി റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു പണം കൊടുത്തിരുന്നില്ല, അല്ലാഹു പവർ കൊടുത്തിരുന്നില്ല, അല്ലാഹു വലിയ കൊട്ടാരം കൊടുത്തിരുന്നില്ല, അല്ലാഹു ആഡംബരം കൊടുത്തിരുന്നില്ല. അലി റളിയല്ലാഹു അൻഹു പട്ടിണിയായിരുന്നു. പ്രവാചകനെയും കൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വീട്ടിൽ വിളിച്ച് ഭക്ഷണം കൊടുക്കുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു ഫാത്തിമയോട് വന്ന് പറയുന്നു, ഫാത്തിമ എന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ എന്റെ ഈ ചെറ്റക്കൂരയ്ക്കകത്ത് വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ ഫാത്തിമ, അതിനുള്ള പണം എനിക്കില്ലല്ലോ ഫാത്തിമ. പണമുണ്ടായിരുന്നെങ്കിൽ, അതിനുള്ള സാമ്പത്തികമുണ്ടായിരുന്നെങ്കിൽ എന്റെ ഹബീബിനെ വിളിച്ചുകൊണ്ട് എന്റെ ഈ വീട്ടിന്റെ അകത്തിരുത്തിയിട്ട് ഭക്ഷണം കൊടുക്കാൻ ഞാൻ ഒരുങ്ങുമായിരുന്നു എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാ. ഇത് രണ്ടാമത്തെ വിഭാഗമാണ്. പണമില്ല, അറിവ് മാത്രമേ ഉള്ളൂ. എങ്ങനെ ചെലവഴിക്കണം, എങ്ങനെ കൊടുക്കണം എന്നൊക്കെ അറിയാം, പക്ഷേ സമ്പത്തില്ല. അല്ലാഹു തആല ആ വിഭാഗത്തിലെങ്കിലും
ഉൾപ്പെടാനുള്ള തൗഫീക്ക് തരട്ടെ. മൂന്നാമത്തെ വിഭാഗം ആരെന്നറിയോ? അറിവില്ല, സമ്പത്ത് മാത്രമേ ഉള്ളൂ. പകുതി ഒഴിക്കണം, പകുതി. കബീർ ഉസ്താദിന് വലിയ വയറാണ്, അതുകൊണ്ട് നീ നിറച്ചൊഴിച്ചു കൊടുത്ത് ശീലിച്ച പോലെ എനിക്ക് നിറച്ചൊഴി, ഈ പകുതി ഒഴിച്ച. എല്ലാ സ്റ്റേജിലും കബീർ ഉസ്താദ് എനിക്ക് പണി തന്നിട്ടാണ് പോണേ. അതുകൊണ്ട് ഇവിടെ കബീർ ഉസ്താദിന് പണി കൊടുത്തിട്ട് ഞാൻ പോകും, ഉറപ്പാണ്. അപ്പോ മൂന്നാമത്തെ വിഭാഗം എന്നറിയോ? അറിവ് ഇല്ല, സമ്പത്ത് മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ ചില ചെറുപ്പക്കാരെ പോലെ നിസ്കരിക്കാൻ വരുന്നില്ലടെ, ഇൻഷാ അല്ലാഹ് വരണം. പോക്കറ്റിൽ 1000 നോട്ട് ഇങ്ങനെ മടക്കി വെച്ചിരിക്കും. സമ്പത്ത് ശരിക്കുണ്ട്, അറിവും ബോധവുമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാടിന് ശാപമാണ്. ജില്ലകളിൽ ഒരുപാട് സാമ്പത്തികം അല്ലാഹു കൊടുത്തിരിക്കുന്ന ജില്ല ഏതാ? പറയാൻ ഇച്ചിരി മടിയായിരിക്കും നിങ്ങൾക്ക്. ജില്ലകളിൽ സാമ്പത്തിക ഇച്ചിരി കൂടുതൽ കൊടുത്തിട്ട് ജില്ല ഏതാ? പറയ്. കാസർഗോഡ് അഭിമാനത്തോടെ പറയ്, അൽഹംദുലില്ലാ മനസ്സിന്റെ അകത്ത് തട്ടിക്കെട്ട് പറയ്. പാവപ്പെട്ട ഹദ്ദാദ് നഗറിൽ 25-ാം തീയതി പാവപ്പെട്ട കണ്ണീര് കുടിക്കുന്ന 7 മക്കൾക്ക് സന്തോഷത്തിന്റെ താലിച്ചരട് കൊടുക്കാൻ കാസർഗോഡ് ജില്ലയുടെ ഹദ്ദാദ് നഗറിന്റെ സഹോദരങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അല്ല പണം തന്നു എന്ന് പറയാൻ ഒരുത്തനെയും പേടിക്കേണ്ട കാര്യമില്ല. അഭിമാനത്തോടെ പറഞ്ഞു, ആരെയാ പേടിക്കാം? അല്ല തന്ന പണം തന്നു എന്ന് തന്നെ പറയാം, തന്നു തന്നെ പറയാം. 1 പവൻ സ്വർണം വെച്ചൊക്കെ പലരും പാവപ്പെട്ട മക്കൾക്ക് വേണ്ടി ഓഫർ പറഞ്ഞു എന്നറിഞ്ഞു. അൽഹംദുലില്ലാ, അള്ളാഹു അവർക്ക് അടുത്ത വർഷമാകുമ്പോ 10 പവൻ കൊടുക്കാനുള്ള സാമ്പത്തിക ഭദ്രത ഈ വിപുലമായ സദസ്സിന്റെ പോരിശ കൊണ്ട് അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മനസ്സിൽ തട്ടിയാണ് ഞാൻ ദുആ ചെയ്യുക, വെറുതെ അല്ല. അതൊക്കെ വേണം. അള്ളാഹു പണം കൊടുത്ത് അറിവ് കൊടുക്കുമ്പോഴേ എങ്ങനെ ചെലവഴിക്കാൻ തോന്നുള്ളൂ. അറിവ് കൊടുക്കാതിരുന്നാ പറ്റൂല. അറിവില്ലാതിരുന്നാ നമ്മളെ നാച്ചേക്കോ. പണം മാത്രമുണ്ട്, അറിവില്ല. അങ്ങനെയാണെങ്കിൽ ആർക്ക് കൊടുത്തതുപോലെയാകും. ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസാ ഫബഖാ അലൈഹിം വആതൈനാഹു മിനൽ ഖുനൂസി മാ ഇന്ന മഫാതിഹു ലതനൂ ബിൽ ഉസ്ബതി ഉൽ ഖുവാ. 700 ഒട്ടകം ചുമന്നാലും തീരാത്ത ധനശേഖരണത്തിന്റെ താക്കോൽ കൂട്ടങ്ങളുമായി ദുനിയാവിന്റെ തൊലിക്ക് പുറത്ത് ജീവിച്ച മൂസാ നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിലെ കാലഘട്ടത്തിൽ ജനിച്ച ഖാറൂൻ എന്ന് പറയുന്ന മനുഷ്യന്റെ കഥ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലൂടെ പഠിച്ചുപോയ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അവൻ അല്ലാഹു പണം കൊടുത്തു, അവൻ അല്ലാഹു വലിയ കൊട്ടാരം കൊടുത്തു, അവൻ അല്ലാഹു വലിയ സുഖം കൊടുത്തു, അവൻ അല്ലാഹു താരാട്ടുപാടാ തോടികളെ കൊടുത്തു, അവന്റെ കാല് ഞെക്കിക്കൊടുക്കാൻ തൊലിവെളുപ്പുള്ള തരണീമണികളെ കൊടുത്തു, അവന്റെ പാതിരാത്രി പകലാക്കി മാറ്റാ ചുണ്ടു ചുമന്ന തക്കാളിക്കവുള്ള കാശ് കൊടുത്ത് വാങ്ങുന്ന മദാമമാര് ഖാറൂനിന്റെ നെഞ്ചത്ത് കിടന്നുരുണ്ടു പോയെങ്കിൽ അവസാന ഖാറൂൻ അല്ലാഹു കൊടുത്ത പണിയെന്താ? വഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർള്. ആ ഖാറൂനെയും ഖാറൂനിന്റെ കൊട്ടാരത്തെയും ഭൂമിയുടെ ഒരു ഭാഗം തുറന്നിട്ട് അതിന്റെ അകത്തേക്ക് അല്ലാഹു ഇടിച്ച് താഴ്ത്തിക്കളഞ്ഞെന്ന് പടച്ച റബ്ബിന്റെ ഖുർആന് പഠിപ്പിക്കുന്നു. ആ വിഭാഗത്തിലാകണമോ എന്റെ കാസർഗോഡ് ജില്ലക്കാരാ? അല്ലാഹു പണം മാത്രം തന്ന പേപ്പട്ടികളെ പോലെ, പോത്തുകളെ പോലെ, മൂരികളെ പോലെ തിന്നാനും കുടിക്കാനും സുഖിക്കാനും രസിക്കാനും കളിക്കാനും ചിരിക്കാനും ആഹ്ലാദിക്കാനും ആനന്ദിക്കാനും മാത്രം മൃഗങ്ങളെ പോലും നാണിപ്പിക്കുന്ന തരത്തിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടവനായി മാത്രം അതപ്പതിക്കണമോ എന്റെ പ്രിയപ്പെട്ടവരെ? ഒരിക്കലും ആ വിഭാഗത്തിൽ ഞാനും നിങ്ങളും പെട്ടുപോകരുത്. എന്തിനാ അങ്ങനെ ഒരു ജീവിതം? എന്തിനാണ് അങ്ങനെ ഒരു ജീവിതം? സ്വർണ്ണമഞ്ചത്തിൽ കൊണ്ടുവന്നടക്കിയാലും പ്രിയമുള്ളവരെ, കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ആ ശരീരത്തിന്റെ അവസ്ഥ പരിതാപകരമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് തീരുമാനമെടുക്കണം നമ്മൾ. അല്ലാഹു പണം തന്നെങ്കിൽ അറിവുണ്ടാക്കിയിട്ട് ആ പണം അതുപോലെ ചെലവഴിക്കണം. ഇല്ലാതെ ഖാറൂനിനെ പോലെ തിന്നാനും കുടിക്കാനും രസിക്കാനും സുഖിക്കാനും മാത്രം അല്ല തന്ന പണം വരുമ്പോഴാണല്ലോ മനുഷ്യന്റെ മനസ്സ് മാറുന്നത്. എത്രയോ സഹോദരങ്ങൾ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടും. ഗൾഫുകാരന്റെ ഭാര്യയാണ് എന്ന് പേര് കെട്ടാൻ വേണ്ടിയിട്ട്
പ്രിയപ്പെട്ട സഹോദരിമാർ സാധാരണ ധരിച്ചുകൊണ്ടിരിക്കുന്ന ചെരുപ്പ് മാറ്റി ഐഹീരിന്റെ ചെരുപ്പാക്കും. മുടി സ്ട്രൈറ്റ് ചെയ്യും. പിന്നെന്താ, പിരിയം പ്ലക്ക് ചെയ്യും. നമ്മുടെ നാട്ടിലേക്ക് അങ്ങനെ പറയാം, ഇവിടെ എന്താണെന്നറിയില്ല. പിരിയം ഇങ്ങനെ ക്ലീൻ ആക്കി എടുത്ത് വടിച്ചു കളഞ്ഞിട്ട് അവിടെ ഒരു മഷി പുരട്ടും, ഒരു പെയിന്റ്. ഇതൊക്കെ കാശ് വരുമ്പോ ചെയ്യണതാ. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഉസ്താദുമാർക്ക് കിട്ടുന്ന ശമ്പളം ബറക്കത്തുള്ളതാണ്. അത് എല്ലാ ജില്ലയിലും അങ്ങനെ തന്നെ, കാസർഗോഡ് മാത്രമല്ല. 2500 3000 കൂടുതൽ അങ്ങനെ എടുക്കലില്ലല്ലോ. അങ്ങനെ ഒരു ഭാഗ്യം അള്ളാഹ് വേണ്ടി വെച്ച് വന്നിട്ടുണ്ട്. കേരളത്തിൽ ഒരു സ്ഥലത്തും അത്ര കൂടുതൽ കിട്ടലില്ല. പിന്നെ 4000 രൂപ 4500 രൂപ 100 രൂപ ഉസ്താദിന് കൂട്ടിയാൽ പിന്നെ സെക്രട്ടറി വന്നിട്ട് പറയും, ഇനി അടുത്ത വലിയ പെരുന്നാളിനെ കൂട്ടോളൂ കേട്ടോ എന്ന് പറയും. 100 രൂപ ഒരു വർഷത്തേക്ക് കൂട്ടിയതാ. അപ്പൊ ഈ പാവപ്പെട്ട ഉസ്താദ് ഇങ്ങനെ വീട്ടിൽ ചെല്ലുമ്പോ ഭാര്യ പറയണു, അപ്പുറത്തെ സുൽവത്ത് സ്കൂട്ടി എടുത്ത് സ്കൂട്ടി. അപ്പോ ഭർത്താവായ ഉസ്താദ് ചോദിക്കും, നീ എന്തെടുത്തു? ഞാൻ 15 വക ഏടെടുത്തു. ഓതാനല്ലേ എനിക്ക് പറഞ്ഞിട്ടുള്ളൂ. എത്ര ആലോചന വന്നത്, അവസാനം കിട്ടിയത് മെയിലാരായിപ്പോയി. ഇത് പറയും, ഇതൊക്കെ പറയും. ഇത് കേട്ടിട്ട് ഉസ്താദ് ഇങ്ങനെ ആഴ്ച ലീവ് കഴിഞ്ഞ് പള്ളിയിലേക്ക് പോകുമ്പോൾ മനസ്സുകൊണ്ട് ചിന്തിക്കും, റബ്ബേ എങ്ങനെ ഒന്ന് അടിച്ചു പൊളിച്ച് ജീവിക്കും. എന്നും ഈ വെള്ളമുണ്ടും വെള്ള ജുബയും ഒരു കീറാറായ ചെരുപ്പും ബസ് കാത്ത് നിന്ന്, ഒരു വണ്ടിയൊക്കെ വേണ്ടേ ബസ് കാത്ത് നിന്ന് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്ത്, ഇതൊക്കെ ഒന്ന് മാറണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സെക്രട്ടറിയൊക്കെ നല്ല സെറ്റപ്പിൽ നടക്കുന്നു. ഉസ്താദ് ചോദിക്കും, നിങ്ങൾക്ക് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? ഉസ്താദ്, ഞാൻ ചെറിയ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും മറ്റു കാര്യങ്ങളോട്ടൊക്കെ ഇങ്ങനെ പോവാൻ. ഉസ്താദ് പറയും, ഞാനും കൂടെ ഒന്നും കൂടി ചാടിയാലോ? സെക്രട്ടറി പറയും, വേണ്ട. കാരണം എന്താ, ഉസ്താദ് ചാടിയ ഉള്ള വസ്തു മുഴുവനും ഉസ്താദ് തകടും കൂടും എഴുതി കച്ചവടം നടത്തും. സെക്രട്ടറി വെള്ളത്തിലാവും. അതുകൊണ്ട് ഉസ്താദിനോട് പറയും, വേണ്ടാന്ന് പറയും. എന്നാലും ഉസ്താദിന്റെ മനസ്സിലൊരു ആഗ്രഹമല്ലേ, ഒന്ന് ചേർന്നാലോ? ഇന്ന് പള്ളി ജോലി മാത്രം ചെയ്യുന്ന ഉസ്താദുമാര് വളരെ കുറവാണ്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. 3-4 ലക്ഷം രൂപ ഒന്ന് കൊടുത്താൽ ഒരു വസ്തു വെറുതെ കിടക്കല്ലേ, കച്ചവടം നടന്നാലും വല്ല 19,000 കിട്ടി അത്രയാവൂലേ? എന്നാൽ അതിന് മെനക്കെടാത്തവരോ എങ്ങനെയെങ്കിലും ഒരു വിസയുണ്ടാക്കി ഗൾഫിലേക്ക് പോയാൽ, പ്രിയമുള്ളവരെ, ഗൾഫിലേക്ക് പോയി കഴിഞ്ഞാൽ ഉസ്താദിന്റെ ഭാര്യയാണെങ്കിലും മനസ്സ് മാറുകയാണ്. ഒന്നാമത്തെ ശമ്പളം വരുമ്പോ ഇന്നലെ വരെ തലമറച്ചിരുന്ന പ്രിയപ്പെട്ട ഉസ്താദിന്റെ ഭാര്യക്കൊരു തോന്നല, ബ്യൂട്ടി പാർലറിൽ പോയിട്ട് മുടിയൊന്ന് സ്ട്രെയിറ്റ് ചെയ്യണം. സക്കാഫിയുടെ ആണെങ്കിലും ബാക്കവിയുടെ ആണെങ്കിലും അഹ്സനിയുടെ ആണെങ്കിലും മന്നാനിയുടെ ആണെങ്കിലും തോന്നാൻ വലിയ താമസം വേണ്ട. ലോകത്തൊരുപാട് മനസ്സുകളെ പണം മാറ്റിയിട്ടുണ്ട് മുസ്ലിമേ. ഒരുപാട് പേരുടെ മനസ്സിനെ പണം മാലിന്യമാക്കിയിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ ഞാൻ എന്തിനാ നിങ്ങളോട് പറയുന്നത്? നിങ്ങളുടെ വീട്ടുവളപ്പിൽ പോലും, നിങ്ങളുടെ വീട്ടുമുറ്റത്ത് പോലും, നിങ്ങളുടെ നാട്ടിൽ പോലും നൂറുകണക്കായ തെളിവുകളില്ലേ? പണം കൊണ്ട് മനസ്സ് മാറിപ്പോയാ, പദവി കൊണ്ട് മനസ്സ് മാറിപ്പോയാ, പവർ കൊണ്ട് ജീവിതം മാറിപ്പോയാ, ഒരുപാട് ജീവിതങ്ങളെ ഗുണപാഠം ഉൾക്കൊള്ളുന്ന എന്റെ കാസർഗോഡ് ജില്ലയിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് പണം മാത്രമല്ല കൊടുത്തിട്ടുണ്ട്. അറിവില്ലാത്തവരാണെങ്കിൽ അപകടമാണ്. അല്ലാഹുവേ, പാവപ്പെട്ട ഉസ്താദുമാരുടെ ജീവിതത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. 2000-3000 രൂപ ശമ്പളം വാങ്ങിയിട്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോ കുഞ്ഞുമോന് ക്യാൻസർ ആണെന്നറിഞ്ഞാൽ, പൊന്നുമോൾക്ക് ട്യൂമർ ആണെന്നറിഞ്ഞാൽ,